ഓവുലേഷന് ശേഷം പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? യൂഷ്വലി ഓവുലേഷൻ കഴിഞ്ഞ് നിങ്ങൾ കോൺടാക്ട് കഴിഞ്ഞാൽ 10 മണിക്കൂറിനുള്ളിലായിരിക്കും എഗ്ഗും സ്പേമും തമ്മിലുള്ള ബൈൻഡിങ് നടക്കുക. അതിന് കപ്പാസിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ ഹെവി ആയിട്ട് സ്ട്രെയിൻ എടുക്കാതിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഹെവി വെയിറ്റ്, സ്ട്രീനസ് എക്സസൈസ്, അതുപോലെ തന്നെ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതൊക്കെ മസ്റ്റ് ആയിട്ട് ഒഴിവാക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സ് ആണ്. അതിൽ ഗ്രിൽഡ് ആയിട്ടുള്ള ഫുഡും സ്മോക്ക്ഡ് ആയിട്ടുള്ള ഫുഡും നോൺ വെജ് ഐറ്റംസും ഒഴിവാക്കുക എന്നുള്ളതാണ്. നാലാമത്തേതെന്ന് പറയുന്നത് ഇഞ്ചി വെള്ളം, ഉലുവ പോലുള്ള ശരീരത്തിന് ചൂട് കൂടുന്ന തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. അഞ്ചാമത്തത് നിങ്ങളുടെ ഉറക്കം കറക്റ്റായിട്ട് ഒരു 7 to 8 hours അല്ലെങ്കിൽ 6 to 7 hours എങ്കിലും ഡെയിലി മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം കൂടെ ഈ ഉറക്കം സ്കിപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആറാമത്തേതെന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്ത് കൂടുതൽ ജങ്കും ട്രാൻസ് ഫാറ്റ് അടങ്ങുന്ന ഫുഡൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങൾ ആ മന്ത് പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നത് മറ്റുള്ളവരെ അറിയിക്കണം എന്നില്ല, പക്ഷെ നിങ്ങളാൽ കഴിയുന്ന വിധം പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രഗ്നൻസിയിൽ ഒരു ട്രിഗർ ഉണ്ടാവാതെ നോക്കേണ്ടതായിട്ടുണ്ട്.